നമ്മുടെ കടയിൽ ചോട്ട് പോയതിന് ശേഷം സ്ഥിരം പാല് മേടിച്ചു കൊടുക്കുന്നത് ഞാൻ കേട്ടോ. അപ്പോൾ പാലൊക്കെ മേടിച്ചു കൊടുത്ത് ബാപ്പാൻ്റെ അടുത്ത് കൊടുത്ത് ലാസ്റ്റ് എൻ്റെ വണ്ടി ഒന്ന് നിർത്തിയിട്ട് വരുമ്പോഴത്തേനും എനിക്കുള്ള ചായ ടേബിളിൻ്റെ മുകളിൽ റെഡിയാണ്. അപ്പോഴത്തേനും ചായയ്ക്ക് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടാവും. ആ സമയത്ത് ആകുമ്പോഴത്തേനും അമ്മാൻ്റെ ചൂട് പത്തിരിയും റെഡിയാവും കേട്ടോ. ഞാൻ ഈ ഡയറ്റൊക്കെ നോക്കുന്നതുകൊണ്ട് പത്തിരി കാണുമ്പോൾ കഴിക്കാൻ തോന്നുമെങ്കിലും അവിടെ വെക്കും. പിന്നെ അതിലും മുരിഞ്ഞ തേങ്ങ കൊത്തുകളൊക്കെ കാണുമ്പോൾ അറിയാതെയെങ്കിലും ഒരു ചെറിയ പീസെങ്കിലും കഴിച്ചു പോകും കേട്ടോ. അങ്ങനെ നമ്മുടെ കടയിൽ ചായയൊക്കെ കുടിച്ചിട്ട് പത്തിരിക്കായിട്ട് കാത്തിരിക്കുന്ന കുറച്ച് പേരുണ്ട്. അവരാണിത്. അപ്പോൾ കടി ഇട്ടിട്ട് ഗ്ലാസ്സിൽ അടുക്കി വെക്കുന്നതിൻ്റെ മുമ്പിട്ട് തന്നെ അപ്പോൾ ആ തട്ടോടുക്കൻ എടുത്ത് കൊണ്ടുപോയിട്ട് അവർക്ക് എല്ലാവർക്കും ഓരോന്ന് കൊടുത്ത ശേഷം മാത്രമാണ് കേട്ടോ നമ്മുടെ കടൻ്റെ ഉള്ളിൽ അടുക്കി വെക്കാനായിട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് എനിക്ക് അണ്ണാങ്കുഞ്ഞിനെയും ഓരോന്നിനെയും കൊണ്ടുവന്നൊരു വ്യക്തിയുണ്ട്. അപ്പോൾ ഞാൻ ആ ആളെ വീഡിയോയിൽ കാണിക്കും, എന്തായാലും യൂട്യൂബിൽ ഇടും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് ആളെ വീഡിയോ എടുത്തത്. അപ്പോൾ എന്നെ ഓരോന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവരെ കൊണ്ട് നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഓരോ ജീവികളെയും കൊണ്ടുവന്ന് തരാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്ന വ്യക്തിയാണ്. അതുപോലെ കൂട്ടുകാരുമാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തിപ്പിച്ച് എല്ലാവരെ കൊണ്ടും വീഡിയോ കാണിപ്പിക്കാറുണ്ട്. ഓരോ ദിവസത്തെ കാര്യങ്ങളും കാണുന്നതൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറയുകയും ചെയ്യും കേട്ടോ.